യുദ്ധം നാശവും ഭയവും ആഴമായ ദുഃഖവും കൊണ്ടുവരുന്നു. ബൈബിളിൽ ദാവീദ് രാജാവ് യുദ്ധത്തിന്റെ ഭീകരതയും അപകടവും നേരിട്ടറിഞ്ഞിരുന്ന ഒരു യുദ്ധവീരനായിരുന്നു. എന്നിരുന്നാലും ദൈവത്തിന്റെ അചഞ്ചലമായ വിശ്വസ്തതയും അദ്ദേഹത്തിന് അറിയാമായിരുന്നു. സങ്കീർത്തനങ്ങൾ 27:3 ഒരു സൈന്യം തന്നെ വളഞ്ഞാലും യുദ്ധമുണ്ടായാലും തന്റെ ഹൃദയം ഭയപ്പെടുകയില്ലെന്ന് ദാവീദ് ധൈര്യത്തോടെ പ്രഖ്യാപിക്കുന്നു. കാരണം അവന്റെ വിശ്വാസം രഥങ്ങളിലോ വാളുകളിലോ അല്ല, മറിച്ച് കർത്താവിലാണ്. ശാരീരികമോ വൈകാരികമോ ആത്മീയമോ ആയ ഏതൊരു യുദ്ധത്തിനിടയിലും നാം മുറുകെ പിടിക്കുന്ന പ്രത്യാശയാണിത്. സംഘർഷം ആരംഭിക്കുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം അപ്രത്യക്ഷമാകുന്നില്ല. പകരം അവനിൽ ആശ്രയിക്കുന്ന ഹൃദയത്തിന് അത് കൂടുതൽ വ്യക്തമാകും. റോമർ 15:13 പൗലോസ് എഴുതുന്നു, എന്നാൽ പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്നതിലുള്ള സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ. യുദ്ധത്തിൽ പോലും വിശ്വാസി പ്രത്യാശയിൽ സമൃദ്ധിയുണ്ടാകുന്നു. ലോകം സമാധാനപൂർണമായതുകൊണ്ടല്ല, മറിച്ച് നമ്മുടെ ദൈവം എല്ലാ കൊടുങ്കാറ്റിലും എല്ലാ യുദ്ധകളത്തിലും വാഴുന്നതുകൊണ്ടാണ്. യോഹന്നാൻ 16:33 യേശുവിന്റെ വാക്കുകൾ നമുക്ക് ഓർമ്മിക്കാം. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. നമുക്കിപ്രകാരം പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ നേരിടുന്ന യുദ്ധങ്ങൾക്കിടയിലും അത് ദൃശ്യമോ അദൃശ്യമോ ആകട്ടെ, ഞങ്ങളുടെ പ്രത്യാശ നിന്നിൽ ഉറപ്പിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. മനുഷ്യശക്തിയിലോ ലൗകിക സമാധാനത്തിലോ അല്ല, മറിച്ച് അങ്ങയുടെ പരമാധികാര ശക്തിയിലും മാറ്റമില്ലാത്ത വാഗ്ദാനങ്ങളിലും ആശ്രയിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. അങ്ങ് ഞങ്ങളുടെ സങ്കേതവും ബലവുമാണ്, കഷ്ടതയിൽ വളരെ അടുത്ത ഒരു സഹായവും. ആമേൻ.